ശാസ്ത്രാവബോധ സമിതി ജില്ലാ ചെയർമാൻ ഡോക്ടർ പ്രസാദ് അലക്സ് വേനലവധി ക്യാമ്പിൽ പങ്കെടുത്ത മുഴുവൻ കൂട്ടുകാർക്കും സർട്ടിഫിക്കറ്റുകളും സമ്മാനങ്ങളും നൽകുന്നു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തും ലൂക്ക സയൻസ് പോർട്ടലും ചേർന്ന് 7 മുതൽ 10 വരെ ക്ലാസുകളിലെ കുട്ടികൾക്കായി സംഘടിപ്പിച്ച വാ വാ തീ പൂ വേനലവധി ക്യാമ്പ് മെയ് 24-25 തീയതികളിലായി ചേളന്നൂർ SN ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. യുക്തിചിന്ത, ശാസ്ത്രബോധം, ഗണിതാഭിരുചി, ചിത്രരചനാ പാടവം, ക്ലേ മോഡലിംഗ്, പ്രകൃതി നിരീക്ഷണം, സൂക്ഷ്മജീവികളുടെ ലോകം, ശാസ്ത്ര പരീക്ഷണങ്ങൾ, വാനനിരീക്ഷണം തുടങ്ങി വിവിധ മേഖലകളിൽ കുട്ടികളുടെ കഴിവ് വളർത്തുന്ന സെഷനുകൾക്ക് നേതൃത്വം നൽകിയത് ജില്ലയ്ക്കകത്തുനിന്നും പുറത്തുനിന്നും വന്ന അതത് മേഖലയിൽ പ്രാവീണ്യമുള്ള പരിഷത്ത് പ്രവർത്തകരായിരുന്നു. ആതിഥേയ രീതിയിൽ നടന്ന ബാലവേദി ക്യാമ്പിൽ പങ്കെടുത്ത 77 കുട്ടികളിൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന 33 കൂട്ടുകാർക്ക് പരിഷത്തിൻ്റെ ചേളന്നൂർ മേഖലയിലെ കൂട്ടുകാരുടെയും പ്രവർത്തകരുടെയും വീടുകളിൽ താമസ സൗകര്യമൊരുക്കി. ക്യാമ്പിൽ പങ്കെടുത്ത മുഴുവൻ കൂട്ടുകാർക്കും പ്രവർത്തകർക്കും സംഘാടകർക്കും ഏറെ സന്തോഷം നൽകുന്ന അനുഭവങ്ങളാണ് ക്യാമ്പിലുടനീളം ഉണ്ടായത്. ശാസ്ത്രബോധവും പ്രകൃതി സ്നേഹവും വളർത്തുന്ന 200-ൽ പരം പുസ്തകങ്ങൾ രചിച്ച ശാസ്ത്ര സാഹിത്യകാരനും ബാലസാഹിത്യകാരനുമായ യുറീക്ക മാമൻ എന്നറിയപ്പെടുന്ന പ്രൊഫസർ എസ് ശിവദാസിൻ്റെ വായിച്ചാലും വായിച്ചാലും തീരാത്ത പുസ്തകം എന്ന ബാലസാഹിത്യകൃതിയുടെ 40ാം വാർഷികത്തിൻ്റെ ഭാഗമായാണ് വിവിധ ജില്ലകളിലായി കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഇത്തരം ക്യാമ്പുകൾ സംഘടിപ്പിച്ചത്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രസിദ്ധീകരിക്കുന്ന ശാസ്ത്രമാസികകളായ യുറീക്കയുടെയും ശാസ്ത്രകേരളത്തിൻ്റെയും എഡിറ്ററായി ദീർഘകാലം പ്രവർത്തിച്ച പ്രൊഫസർ എസ് ശിവദാസിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ്, കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരം തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ക്യാമ്പിൻ്റെ മറ്റു വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം.